കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യാശ്രമം നടത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഹോസ്റ്റൽ വാർഡിന്റെ പീഡനത്തെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ 100-ലധികം വിദ്യാർത്ഥികളാണ് മൻസൂർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസം 3-ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. വിദ്യാർത്ഥിനി ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഉറങ്ങിക്കോന്ന് പറഞ്ഞ് റൂമിൽ കയറ്റി ബാക്കി കൂടെ പോയ 2 താഴോട്ടേക്കും വിട്ടു. വാടൻ നല്ലപോലെ അവളെ ചീത്തറിട്ട് ഇവിടുന്ന് ഓരോരുത്തരും കേട്ടവരുണ്ട്. സ്റ്റാഫ് അടക്കം കേട്ട് നമ്മളോട് പറഞ്ഞു. നമ്മൾ ഇന്നാ അറിയുന്നത്. കാരണം അവള് വാർഡിന്റെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൾ അത്രയും ദേശത്തോടെ പോയത്. ഇപ്പൊ തിരിച്ചു വരാതെ പറഞ്ഞു. ജൂനിയറാണ് സാർ. അവൾക്ക് എന്താ പറ്റിയെന്ന് പോലും ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവരെന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പുറത്തു പോലും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. മാനേജ്മെന്റ് എല്ലാവരെയും ഞങ്ങൾ പറയുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കണ്ട് സംസാരിച്ചു. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി DYFI നേതാക്കളും സ്ഥലത്തെത്തി. തുടർന്ന് പോലീസ് നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യമനുസരിച്ച് ഹോസ്റ്റൽ വാർഡനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ആശങ്ക മാറ്റണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മൻസൂർ ആശുപത്രി MD C ഷംസുദ്ദീൻ പറഞ്ഞു. ഞങ്ങളും അതെ, അതിനെക്കുറിച്ച് ഏതായാലും ഒരു ഇന്റേണൽ അന്വേഷണം എന്തായാലും ഉണ്ട്. കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം. അത് നമ്മുടെ നിർബന്ധം തന്നെയാണ്. കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം. ഉണ്ടായ സംഭവം വളരെയേറെ ദൗർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. അതിന് എന്ത് ഉണ്ടായാലും അതിന് കാരണക്കാരായവർ രക്ഷപ്പെടാൻ. അതുതന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. തിങ്കളാഴ്ച കാഞ്ഞങ്ങാട് DYSP ഓഫീസിൽ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, DYFI പ്രവർത്തകർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.